ഗൈസ്, ഞങ്ങൾ പയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പയർ കണ്ടില്ലേ, നല്ല കുറ്റിപ്പയറാണ്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പയർ കൃഷി. കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ പയർ കൃഷി ചെയ്തതാണ്. ഒരുപാടുണ്ട്, കണ്ടില്ലേ. പൂവായിട്ടില്ല, പൂവായി തുടങ്ങുന്നുള്ളൂ കേട്ടോ. നല്ല വളമൊന്നും ഇട്ട് കൊടുത്തില്ല, ചുമ്മാ കുഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വളമൊന്നും ഇട്ട് കൊടുത്തില്ല. കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല വളമാണ് ചാണകപ്പൊടി, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് വന്നിട്ട് കണ്ടില്ലേ, വഴുതനങ്ങ തൈ. ഇതാ വഴുതനങ്ങ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. വഴുതനങ്ങയ്ക്കും അതെ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ട് കൊടുത്തുള്ളൂ കേട്ടോ. കണ്ടില്ലേ, വഴുതനങ്ങ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ കുറച്ച് ചക്കര കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരക്കിഴങ്ങ് അറിയോ? മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടോ? മധുരക്കിഴങ്ങ് കണ്ടില്ലേ, മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു വളവും ചേർത്തിട്ടില്ല. നമ്മൾ കഴിക്കേണ്ട സാധനമില്ലേ, അപ്പോൾ അത് കാരണം നമ്മൾ ഒന്നും ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെണ്ട കണ്ടില്ലേ, വെണ്ടക്ക അടിപൊളിയായിട്ട് നിൽക്കണം. വെണ്ടയ്ക്ക ഉണ്ടായിട്ടോ, കുറച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ചൊക്കെ ഓണത്തിന് പൊട്ടിച്ചെടുത്തിട്ട വെണ്ടക്ക കണ്ടില്ലേ, എല്ലാം പൂവായി. ചിലതിൻ്റെ മേലൊക്കെ കായായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ അതാ കൂർക്ക പറഞ്ഞ സാധനം, ഇത് കൂർക്കയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കൂർക്ക കണ്ടില്ലേ, കൂർക്ക അടിപൊളിയായിട്ട് നിൽക്കണം കണ്ടില്ലേ, അടിപൊളിയായിട്ട് കൂർക്ക. ഇത് കൂടാതെ ഞങ്ങൾ കുറച്ച് ചെണ്ടുമല്ലി ഉണ്ടാക്കിയിരുന്നു. ചെണ്ടുമല്ലിയൊക്കെ കുറച്ച് ഒരു 5 ദിവസം വൈകിയ കാരണം ചെണ്ടുമല്ലിയൊന്നും അങ്ങോട്ട് ശരിക്ക് പൂവാനായിട്ട് മുന്നേ നമ്മളെ ഓണം വന്നു. അത് കാരണം ഓണത്തിന് അങ്ങനെ ആയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും നമ്മളിത് ഉപേക്ഷിച്ച് കളയൊന്നുമില്ല. നമുക്കിത് പിന്നെ ഇങ്ങനെ മാല കെട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കാം, അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ചെണ്ടുമല്ലിയൊക്കെ നമ്മൾ വെറുതെ വളം ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ചുമ്മാ വളപ്പൊടി ഇട്ടുണ്ടാക്കിയതാട്ടോ. ഒരുപാട് പൂവുണ്ട് കണ്ടില്ലേ, എന്ത് വലിയ പൂവാച്ചിട്ടോ, വലിയ പൂവുകളോ. എല്ലാം കനം തൂങ്ങിയിട്ട് കണ്ടില്ലേ, ചെണ്ടുമല്ലി താഴെ ഒടിഞ്ഞ് കിടക്കണം, കനം തൂങ്ങിയിട്ട് കണ്ടില്ലേ. ഇതെല്ലാം താഴെ ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കുക. അത്രയും വെയിറ്റ് ഉണ്ട് പൂവിന്, നല്ല വെയിറ്റുള്ള പൂ കണ്ടില്ലേ. മഞ്ഞപ്പൂ പിന്നെ ഇതാട്ടോ, ഇത് മഞ്ഞപ്പൂ കണ്ടില്ലേ. മഞ്ഞൊക്കെ എന്ത് ഭംഗിയിലാണ് വന്നിക്കണം, വലിയ പൂവാ കണ്ടില്ലേ, എന്തോരം വലിയ പൂവാ. ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്താൽ നമ്മളെ നാട്ടിലും ഇതുപോലെ ഉണ്ടാവും. തമിഴ്നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണ്ട, നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്നതിൻ്റെ അടയാളം കണ്ടില്ലേ. നല്ല പൂവാ, അടിപൊളിയായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. അടുത്ത പ്രാവശ്യം എന്തായാലും ആദ്യം നമ്മൾ നടണം വെച്ചിട്ട് തന്നെയാണ്. എന്തായാലും ഓണത്തിന് നമുക്ക് 10 രൂപ കിട്ടുന്ന ലെവലിൽ നമുക്ക് നടണം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതാട്ടോ, ഒരു വളം ഇട്ട് കൊടുക്കാതെ വളപ്പൊടി മാത്രം കൊണ്ടുണ്ടാക്കിയതാണില്ലേ. എന്ത് ഭംഗിയാണ് കാണാം, അടിപൊളി ഭംഗിയാണ് കണ്ടില്ലേ കൂട്ടുകാരെ, എന്ത് ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാട്ടോ, വീട്ടിലും ചെയ്യാം ഈ ചെണ്ടുമല്ലി കൃഷി എന്നതിൻ്റെ അടയാളം.